വീടെന്ന് പറയുമ്പോൾ ഈ വീടുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പറയേണ്ട ഒരാളാണ്. പ്രത്യേകിച്ച് ആൽബർട്ടണ്ണൻ, ആതിരയുടെ പിതാവ് എന്ന് പറയുന്ന ആൽബർട്ടണ്ണൻ. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കണ്ടു വളർന്നിട്ടുള്ളത് ആൽബർട്ടണ്ണൻ ഇവിടെ തെങ്ങിൽ കയറുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ എന്തെങ്കിലും പരിപാടികൾക്ക് ഇത് ചെയ്യുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ ചെയ്യുന്ന ആളാണ്. പ്രത്യേകിച്ച് പള്ളിയിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾക്കായാലും സജീവമായി ഇടപെടുന്ന ഒരാളാണ്. അതിൽ ആ തലമുറയിൽ നിന്ന് ആതിര പ്രത്യേകിച്ച് ഇപ്പോൾ പൂവാർ പഞ്ചായത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആതിര തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിൽ മരിയാപുരത്തിനാകെ വളരെ സന്തോഷമാണ്. 13-14 വയസ്സ് മുതൽ ബാക്കിൽ രഘുവണ്ണമുണ്ട്. ഇഷ്ടംപോലെ കാര്യം നമ്മൾ ഇന്നലെയും തുടങ്ങിയ സൗഹൃദമൊന്നും അല്ല. ഈ വിചാര ലോകം എന്ന് പറയുന്നതിന് മുമ്പ് ബാല്യമിത്രം തുടങ്ങി ഒട്ടനവധി പരിപാടി നമ്മൾ കുഞ്ഞുനാളിൽ കളിച്ചു വളർന്ന സ്ഥലമാണ്. ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം ഇത്. പിന്നെ ഈ വീട്ടുമുറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെല്ലാം ഉപ്പുമാവ് കിട്ടും വൈകുന്നേരം. അതായത് നമ്മുടെ സാറിന്റെ വൈഫ് പിന്നെ ഇവിടെ നഴ്സറി സ്കൂളിലെ ടീച്ചറായിരുന്നു. കളിച്ചു തളരുമ്പോൾ നമുക്ക് കിട്ടുന്ന ലഘുഭക്ഷണം അതാണ്. അങ്ങനെ വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധമുണ്ട്. ഇന്നത്തെ ഈ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദിയോടെ അറിയിക്കുന്നു. കവിത തീരം കായലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റും ഇലകാറി മുളയാടും കുളിരുനാട് നിറപൊലിയായിരുന്നു. അത് വെച്ച് ഞാൻ എഴുതി. എൻ്റെ സ്കൂളിലെ അധ്യാപകരായാലും എല്ലാവരും എന്നെ ഒരുപാട് സഹായിച്ചു. സ്ഥലങ്ങൾ, ചരിത്ര പ്രാധാന്യമുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ സന്ദർശിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഞാൻ ഈ ഒരു സ്ഥലത്ത് വന്നു. ഈ ഒരു വീട് നരയും വലയും വിട്ട വീടെന്ന് കേട്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്ന് ഈ ഒരു വീടിൻ്റെ തട്ടുംപുറവും എല്ലാ ഭാഗവും ഞാൻ നന്നായി മനസ്സിലാക്കി. ഇവിടെ ഒരു പത്തായമുണ്ട്. പഴയ ഒരു ഞാൻ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരുപാട് സാധനങ്ങൾ ഇതിനകത്തുണ്ട്. ചിരവാത എല്ലാവരും ഒന്ന് പോയി കണ്ടു നോക്കണം. പരിപാടിയുടെ ഇടയിൽ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒരു വീട് കയറി കണ്ടു നോക്കണം. 100 വർഷത്തോളം പഴക്കമുള്ള ഒരു ഗൃഹമാണിത്. ഭയങ്കര നമ്മൾ വിചാരിക്കുന്ന തരത്തിലും പല വ്യത്യസ്ത ഉള്ള ഒരു വീടാണ്. പിന്നെ ഈ മത്സരവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്രബന്ധം തയ്യാറാക്കണം. ഈ പ്രബന്ധം അവർക്ക് സമർപ്പിക്കണം. എന്നിട്ട് അവരൊരു ഇന്റർവ്യൂ പോലെ നടത്തും. അപ്പോൾ ഞാൻ പാഠശാലയെ പറ്റിയാണ് എഴുതിയത്. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു നരയും വിളയുമിട്ട വീട് ഈ ഒരു പരിസരത്തൊന്നും ഇല്ലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഈ വീട്ടിൽ നിന്ന് ഒരുപാട് ചിത്രങ്ങൾ എനിക്ക് പകർത്തിയെടുക്കാൻ പറ്റി. ഇതിനെപ്പറ്റി എന്നെ സംസ്ഥാന തലത്തിൽ പോയപ്പോൾ അവിടെ നിന്ന് എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസും ചോദിച്ചിരുന്നു. 2000 വർഷം മുമ്പുള്ള നാണയങ്ങൾ, അതായത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് റോമൻ നാണയങ്ങളാണ്. ആ റോമൻ നാണയങ്ങളിൽ അന്നത്തെ എല്ലാ രാജാക്കന്മാരുടെയും തലകൾ കൊത്തിവെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കുന്ന ആവശ്യത്തിന് നേരത്തെ എന്നെ വിളിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കാണിച്ചു തരാനുള്ള സൗകര്യങ്ങളുണ്ട്. ഈ വീട്ടിലെ കഥ പറഞ്ഞതുപോലെയാണ് നേരത്തെ കാലഘട്ടങ്ങളിൽ എന്താണ് പഴയ വീടുകളിൽ ഉണ്ടായിരുന്നത് ഏതാണ്ട് സാധനങ്ങളൊക്കെ ശേഖരിച്ചു വെക്കാൻ സാധിച്ചിട്ടുണ്ട്. ത്തിലേക്ക് നാം കടക്കുകയാണ്. ഈ സമയത്തിൽ ഈ വീട്ടിലെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈ കേട്ട് കട്ട് ചെയ്യുന്ന ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. ഒരു അധ്വാനം കൊണ്ടുണ്ടാക്കിയ ഒരു വീട്. എനിക്ക് ഒത്തിരി വാചാലമായി സംസാരിക്കാനുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഇടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ പറയാം. ഉള്ളതായിട്ട് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, വായിച്ചിട്ട് കാണും. ഇവിടെ കേക്ക് മുറിക്കുമ്പോൾ എല്ലാവർക്കും വലിയൊരു കയ്യോടുകൂടി വീടിന്റെ 100 വർഷം ഒരു 2026 ഒരു പുതിയ ഒരു കാര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനും ഓരോ വീടിലും ഇതുപോലുള്ള ആഘോഷങ്ങളിലേക്ക് വരുന്ന ബന്ധങ്ങളും അവരുടെ മുഹൂർത്തങ്ങളൊക്കെ പുതിയ ഊർജത്തിലേക്ക് കടക്കട്ടെ. എന്ന പ്രോഗ്രാം ഇവിടെ അതിന്റെ ഏറ്റവും അവസരത്തിലേക്ക് വരികയാണ്.
വെള്ളം വരുന്ന സൗണ്ട്. ஓகே, குட், தேங்க்யூ. அந்த தடைகள் எல்லாம் நீங்கி ஒரு புதிய ஒரு தலைமுறையில் கட்டப்பட்ட வீடாக இருக்கலாம். ஆனால் இன்னைக்கு அதுக்கு மாடல் அதே போல தான் இருக்குது. இந்த தட்டும் நிறைய வெளியே தெரியாத அளவுக்கு உள்ள வச்சு கட்டப்பட்ட ஒரு வீடு. இதை தான் நான் மைக்ரோ ஹிஸ்ட்ரின்னு சொன்னேன். ஏன்னா முன்னால் பேசினவர் அவர் என்ன வேலை பார்த்து தந்தார். அந்த வீட்டுக்கு மாடலை தான். இனி இந்த வீட்டில் இருந்து அந்த காலகட்டத்தில் உள்ளவங்க இந்த வீடை வைக்கிறதுக்கு எவ்வளோ கஷ்டப்பட்டுருப்பாங்க, அவங்கப்பட்ட சிரமம் என்ன. அவங்களுக்கு நம்ம போல உள்ள சுதந்திரம் கிடையாது. அந்த காலகட்டங்களில் எல்லாம் அதுக்குள்ள பொருளாதார சாம்பத்திக இதெல்லாம் கிடையாது. ஆனாலும் அவங்க கட்டிருக்க அந்த வீடு ரொம்ப ஒரு கலை வெளிப்பாடு உள்ள ஒரு வீடாக இருக்குது. இந்த வீட்டை நீங்கள் பார்த்தீங்கன்னு சொன்னால் நிறைய பேர் இன்னைக்கு லண்டன்லேருந்து அமெரிக்காவிலேருந்தெல்லாம் இங்கே இந்த மாதிரிப்பட்ட வீடுகளை எல்லாம் அப்படியே பெயர்த்து கோடிக்கணக்கான ரூபாய்க்கு வாங்கிட்டு போய் அவங்க நாட்டில் வச்சுருக்காங்க. அந்த ரப்பர் இல்லாத இடத்துல இருந்திருப்பாங்க. அன்னைக்கு கடற்கரை வழிபாடுல இன்னைக்கு ரப்பர் வந்துருக்கு. அது ஒரு பணப்பை